ഇടുക്കി മൂന്നാർ ഉപജില്ലാ കലോത്സവത്തിന് ഇന്ന് സമാപനം. വിജയകിരീടം ചൂടുന്ന പ്രതിഭകൾക്കും സ്കൂളുകൾക്കുമുള്ള സമ്മാനങ്ങൾ ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ വിതരണം ചെയ്യും. തമിഴ് മലയാളം വിഭാഗങ്ങളിലായി 4500ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഉപജില്ലാ കലോത്സവം ദേവികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിൻസി റോബിൻസൺ ആണ് ഉദ്ഘാടനം ചെയ്തത്. சப்ஜில்லாவிலிருந்து நம்ம அடுத்த ஸ்டேஜ் ஆகிட்டு ஜில்லா தளமாயிட்டு போகிறோம் இல்லையா? அதனால பிள்ளைங்க நமக்கு இது ஒரு சந்தோஷமான நாள். எல்லா பிள்ளைங்களும் தன்னுடைய திறமைகளை வெளிப்படுத்தக்கூடிய ஒரு நாள் இந்த நாள். நம்ம எத்தனையோ நாளாக கஷ்டப்பட்டு இந்த நம்ம நாளை இன்னைக்கு நம்மளுடைய பெர்ஃபார்மன்ஸை நம்ம வெளிப்படுத்தக்கூடிய ஒரு நாள். அதோட டீச்சர்ஸும் பிள்ளைங்களுக்கு கூட சமமாயிட்டு எல்லா டீச்சர்ஸும் பிள்ளைங்களுக்கு நல்ல ஹெல்ப்பாக பார்க்கவே நல்ல அழகாக இருக்குது. நிறைய பட்டாம்பூச்சிகள் பறக்கிற மாதிரி ஒரு ஃபீலிங். எல்லா இடத்துலையும் கலர்ஃபுல்லாகிட்டு பிள்ளைங்க கொஞ்சம் பேர் பார்க்குறாங்க സ്റ്റേജ്, கொஞ்சம் പേര് ഇല്ല, അവங்களோட കാര്യങ്ങൾ பார்த்துட்டு இருக்காங்க. മഞ്ഞുമൂടുന്ന മലനിരകൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത്. മറ്റ് ഉപജില്ലാ കലോത്സവങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പ്രത്യേകത മൂന്നാർ കലോത്സവത്തിനുണ്ട്. കാരണം പുഴകളും പച്ചവിരിച്ച മലകളും കോടമഞ്ഞും തണുപ്പും നിറഞ്ഞു നിൽക്കുന്ന മൂന്നാറിൽ ചിലങ്കയുടെ കിൽക്കവും പാട്ടിന്റെ താളവും മേളപ്പെരുക്കവും ഒത്തുചേരുമ്പോൾ കല പ്രകൃതിയോട് എത്രത്തോളം ഇഴചേർന്ന് കിടക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമായി മാറുകയാണ്. മൂന്നാറിലെ ഉപജില്ലാ കലോത്സവത്തിൽ 70 സ്കൂളുകളിൽ നിന്നായി 4500ഓളം വിദ്യാർത്ഥികളാണ് തമിഴ് മലയാള മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. വിവിധ ഇനങ്ങളിലായി വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. ഇന്ന് കലാമാമാങ്കത്തിന് സമാപനമാകും. ഇന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും. AEO C. ശരവണൻ സ്വാഗതം ആശംസിക്കും. തുടർന്ന് വിജയികൾക്ക് MLA A. രാജ സമ്മാനങ്ങൾ വിതരണം നടത്തും. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ, പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ Dr. S. ജയലക്ഷ്മി, ജോയിന്റ് ജനറൽ കൺവീനർ R. ലക്ഷ്മി, സാജു ആലക്കപ്പള്ളി, P. ശ്രീനിവാസൻ, അധ്യാപകരായ M. കനിമൊഴി, രമേശ് പ്രേംകുമാർ, PTA പ്രസിഡന്റ് രാജ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.